വെൽക്കം ടു ഞങ്ങളുടെ ഈ കുഞ്ഞു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഫെബ്രുവരി ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. ഇന്നത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് എനിക്ക്. ഞാനിന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതും ഇതെന്റെ ഒരു ഫസ്റ്റ് വീഡിയോയാണ്. ഞാനപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്താണ്, ഇതിനെ കാണുന്നത്, ഇതൊക്കെ ഞാൻ പിന്നീട് പറയാം. അതിനൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പറയുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ഒന്ന് അപ്പം ആൾ കുറച്ച് സംസാരിക്കണം, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം എൻ്റെ പേര് രോഹിണി. ഞാൻ ബേസിക്കലി കേരളത്തിൽ നിന്നാണ്. ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ കൃഷ്ണന്റെ സ്വന്തം ഉണ്ണിക്കണ്ണന്റെ സ്വന്തം നാടായ അമ്പലപ്പുഴയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് അരവിന്ദ്, ആളിവിടെ ബാംഗ്ലൂർ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പം ഞാൻ എൻ്റെ മാരേജിന് ശേഷം നമ്മൾ നാട്ടിൽ നിന്ന് പറിച്ചിടുന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ അവിടുന്ന് ബാംഗ്ലൂർക്ക് വന്ന് സെറ്റിൽഡ് ആയതാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ ഈ കെയ്തനും അടങ്ങിയ ഒരു കുഞ്ഞു കുടുംബമാട്ടോ ഞങ്ങളുടേത്. അപ്പോൾ ആൾക്ക് ഇതിന് 3.5 ഇയേഴ്സ് ആണ്. ആളിപ്പോൾ നഴ്സറി പഠിക്കുകയാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. കെയ്തൻ്റെ മൈൽ സ്റ്റോൺസ്, അതുപോലെയാണ് കെയ്തൻ്റെ ഓരോരോ ഹാപ്പി മൊമെന്റ്സ്, അവൻ്റെ സൂപ്പർ. ഓക്കെ, ഗുഡ് ബോയ്. അപ്പം ഇനി അമ്മ പറഞ്ഞോട്ടെ, ഇനി അമ്മ സംസാരിച്ചോട്ടെ. ഓക്കെ, ഇതും കളിക്കാൻ പോയി. അപ്പം ഞാൻ അങ്ങനെ ഞാൻ പിന്നീട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ഒരു 4 ഇയേഴ്സ് എനിക്ക് വേണ്ടി വന്നു. കാരണം ഞാനൊരു 2020 ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയത്. ആ ഒരു ടൈം എന്ന് പറയുന്നത് എൻ്റെ മാരേജിനൊക്കെ ശേഷം ഞാൻ പൊതുവേ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഒരുപാട് ഞാൻ ഫോളോ ചെയ്യുന്ന ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിൽ മാരേജിന് ശേഷം ഞാൻ കണ്ട വീഡിയോസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ബ്യൂട്ടി ടിപ്സിൻ്റെ ഒക്കെ വീഡിയോസ് ആയിരുന്നു. അപ്പം ആ വീഡിയോസ് എല്ലാം ഞാൻ കാണുന്നത് ആ ടൈമിൽ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഞാനൊരു പ്രഗ്നൻ്റ് ആയതിനു ശേഷം എൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയി. ഞാൻ പിന്നീട് കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ സുജിത് ഭക്തൻ്റെ ടെക് ട്രാവൽ ഈറ്റ്, അതേപോലെ തന്നെ നിമ്മി അരുൺ കോപൻ്റെ, പിന്നെ പാർവതി ആർ കൃഷ്ണ, അവരെയൊക്കെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് റീസൺ. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ കുഞ്ഞ് അതിഥിക്ക് വേണ്ടിയുള്ള ഒരു അവരെ വെൽക്കം ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങനത്തെ വീഡിയോസിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ വീഡിയോസ് എല്ലാം കണ്ടു തുടങ്ങിയ ടൈമിൽ ഞാൻ നമ്മുടെ സുജിത് ഭക്തൻ്റെ വൈഫ് ശ്വേതയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നിന്ന് ആളുടെ ഒരു ഡെലിവറിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാനും ഒരു ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനൊരു വീഡിയോ കാണുന്നത്. അപ്പോൾ ആള് ഡെലിവറി എന്ന് പറയുന്നത് എൻ്റെയും ശ്വേതയുടെ ഒരു 1 വീക്കിൽ ഡിഫറൻസിലേ ഉള്ളായിരുന്നു ഡെലിവറി. എനിക്ക് തോന്നുന്നു ആളുടെ ജൂൺ 10 ആണെങ്കിൽ കേതന് ജനിച്ചത് ജൂൺ 17 അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് ആള് പോയി ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ട് ആള് ഭയങ്കര ബോൾഡായിട്ട് അതിനെയൊക്കെ ഫേസ് ചെയ്ത് ആള് കുഞ്ഞിനെ ഹോൾഡ് ചെയ്ത് തന്നെ നടന്ന് വീട്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരു ടൈമിൽ ഞാൻ ആ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഭയങ്കര വലുതായിട്ട് എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം അത്രയും കുഞ്ഞിനെ ഹോൾഡ് ചെയ്ത് തന്നെ വീട്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്കുണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. അപ്പം അവരവരൊരു പേഴ്സണൽ വീഡിയോ അങ്ങനെ പബ്ലിഷ് ചെയ്തപ്പം അതിലൂടെ നമുക്ക് കുറേ പേർക്ക് അത് ശരിക്കും യൂസ്ഫുള്ളായി. അപ്പം ഞാൻ എൻ്റെ ഒരു ഡെലിവറിയെ എങ്ങനെ ഫേസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും, എങ്ങനെ നമ്മളിപ്പോൾ ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് ബാഗ് പാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനത്തെ കുറേ യൂട്യൂബ് വീഡിയോസ് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്, നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചാണ് എനിക്ക് ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം ബിസിയായി, പിന്നെ കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചു ഞാൻ എന്താണെങ്കിലും ഇത്രയും ലേറ്റ് ആയെങ്കിലും എനിക്ക് എന്താണെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും അതേപോലെ അതിൻ്റെ കണ്ടന്റിലും ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. കേതിൻ്റെ മൈൽ സ്റ്റോൺസും അതുപോലെ തന്നെ അവൻ്റെ ഓരോ ഹാപ്പി മൊമെൻറ്റ്സും അവൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഈ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം.
കേതൻ്റെ ഓരോ ദിവസത്തെയും കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ്, അവൻ്റെ സ്കൂളിലെ ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ അവൻ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ അവൻ്റെ ഓരോ മൈൽ സ്റ്റോൺസ്, അതൊക്കെ ഓരോ അമ്മമാരും അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പം നമ്മളിപ്പം അവൻ്റെ ഫസ്റ്റ് സ്കൂളിലെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവൻ്റെ ഓരോ മൈൽ സ്റ്റോൺ, അവൻ എഴഞ്ഞതും അല്ലെങ്കിൽ അവൻ നടക്കാൻ തുടങ്ങിയത്, സംസാരിച്ചു തുടങ്ങിയത്, അപ്പോൾ ആ ഒരു ടൈമിലൂടെ കടന്നു പോകുന്ന അമ്മമാർക്ക് ഈ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വീണ്ടും കാണാം. ഇത് വാ, എല്ലാവർക്കും ബൈ പറ. വാ. അപ്പം അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരും. See you. Love you. I love you. Okay, bye. Bye.